നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഒരു സമയത്ത് അഥവാ നിങ്ങൾ പണവും പലിശയും മടക്കി തന്ന വസ്തു നിങ്ങളുടെ പേരിൽ തന്നെ എഴുതി തന്നേക്കാം. നിങ്ങൾ പറയുന്നൊന്നും ന്യായമല്ലല്ലോ. ന്യായവും ന്യായക്കേടൊന്നുമില്ല. ഞാൻ പറഞ്ഞ കണ്ടീഷനി വസ്തു ഇപ്പൊ എന്റെ പേരിൽ എഴുതി തന്ന കാശ് മടക്കി തരുമ്പോ നിങ്ങൾക്കത് തിരികെ കിട്ടും. അത് പറ്റില്ല. പറ്റണം. അതും നാളെ തന്നെ എഴുതി തന്നിരിക്കണം. ഇല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് പഴയ ഡേറ്റ് ഇട്ട് ബാങ്കിൽ കൊടുക്കും ഞാൻ. വിശ്വാസവഞ്ചനയ്ക്ക് അകത്ത് പോയി കിടക്കേണ്ടി വരും. ഗുണ്ടായിസം കാണിക്കരുത്. ഗുണ്ടായിസം തന്നെയാണ്. ബിജു, സെബാസ്റ്റ്യൻ, ഇങ്ങോട്ട് കയറി വേണം. രണ്ടിനും പിടിച്ച് പുറത്താക്കണം. അല്ല പിന്നെ എന്റെ കാര്യമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. മാധവനിട്ട് ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ട് സാഗറേ. Rajiv Menon, Dia Group of Companies. ലെ ബിസിനസ് ഐക്കൺ അവാർഡ് രാജീവ് മേനോന്. ബിസിനസ് ഐക്കൺ അവാർഡ് പരലോകത്തിരുന്ന് വാങ്ങിക്കട്ടെ. രാഖി, ആ നെഞ്ചിലെ പകയതുവരെ കെട്ടടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല, അവളുടെ സർവനാശം കാണണം എനിക്ക്. അവള് ശാപദോഷം കിട്ടിയോളാ. ആദ്യം ഉറപ്പിച്ച കല്യാണം മുടങ്ങി. ഇപ്പൊ ആകെ ഉണ്ടായിരുന്ന ജോലിയും പോയി. അവൾ ഇനിയും നരകിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. സത്യം. ആ ഫിനാൻസ് കമ്പനിക്കാരാ. എടുക്ക്. ഹലോ, പറ. സാഗറെ, താൻ പറഞ്ഞതുപോലെ ആ മാധവൻ നായരുടെ സ്ഥലം എഴുതി തരാൻ ഞാൻ കമ്പൽ ചെയ്തിട്ടുണ്ട്. ഗുഡ്. മാധവൻ നായർ സമ്മതിച്ചോ? ഇല്ല, അയാള് നിയമം പറയാൻ ശ്രമിച്ചു നോക്കി. അപ്പം നമ്മൾ നമ്മുടെ ഗുണ്ടായസം കാണിക്കേണ്ടി വന്നു. എടോ, മാധവൻ നായർക്ക് ആ സ്ഥലം തന്റെ പേർക്ക് എഴുതി തരാന്ന് ഉറപ്പ് വന്നോ? അതെഴുതി തരാതെ അയാൾക്ക് വേറെ ഒരു മാർഗവും ഇല്ലെന്നുള്ള അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അല്ല സാഗറെ, ഞാൻ ആ സ്ഥലം മാധവൻ നായരെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിക്കുമ്പോ എനിക്കെന്താ ഗുണമെന്ന് പറഞ്ഞില്ലല്ലോ. താൻ പറയുന്ന വിലയ്ക്ക് അത് ഞാൻ വാങ്ങും. തനിക്ക് വേണമെങ്കിൽ സ്വർണം തൂക്കുന്ന ത്രാസ് എടുത്ത് വെച്ച് മണ്ണളന്ന് വില പറയാം. എന്താ, അത് പോരെ? മതി മതി മതി, അത് മതി, ധാരാളം മതി. ശരി, ഇനി എഴുത്ത് കഴിഞ്ഞിട്ട് വിളിക്കാം. പിന്നെ അതിനു മുമ്പ് നമുക്കൊന്ന് കാണണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ശരി, ഓക്കെ. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിയിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? അതാ മാധവൻ നായർക്ക് സംഭവിക്കാൻ പോകുന്നേ. കല്യാണവും മുടങ്ങി, ഇനിയുള്ള സ്ഥലവും പോവും. അവളുടെ അഹങ്കാരത്തിന് എല്ലാം നശിക്കണം. ശാപം പിടിച്ചവള്. അതെങ്ങനെ? തന്നിഷ്ടക്കാരിയല്ലേ? സഹോദരങ്ങൾക്ക് വെറും മേഴാങ്കൂലികള്. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തുദ്ദേശിച്ച നിങ്ങൾ അവളെ കുറ്റം പറയുന്നേ? നിങ്ങളോട് അനുവാദം ചോദിച്ചാ പോകണ്ടെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തും. പിന്നെ അവൾ എങ്ങനെ ജീവിക്കും? 10 പൈസ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഒരാൾക്ക് മനസ്സില്ല, മറ്റൊരാൾക്ക് കഴിവുമില്ല.
അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ അവളെ തന്നിഷ്ടക്കാരി എന്ന് വിളിക്കാൻ എന്താണ് യോഗ്യത? അമ്മയച്ഛനൊക്കെ വന്ദനയെ ഇങ്ങനെ വെള്ളപൂശുന്നോണ്ടാ അവൾക്ക് ഈ ഗതി വന്നത്. അതോർമ്മിച്ചാ മതി. മാധവേട്ട, മോനെ എന്താ മാധവേട്ട? മാധവ എന്താ എന്താ പറ്റിയേ? എന്താ എന്താ പറ്റിയേ? എന്താ മോനെ? എന്താ മാധവേട്ട? എന്താ എന്താ എന്തു പറ്റിയതാ? എല്ലാം പോയി ചന്ദ്രിക. നിങ്ങളറിയാതെ വലിയൊരു തുക ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഞാൻ കടമെടുത്തിരുന്നു വന്ദനയുടെ കല്യാണം നടത്താൻ. അതിനുവേണ്ടി സ്വന്തമായി വീട് വയ്ക്കാൻ വാങ്ങിക്കൂട്ടിയ വസ്തുവാ വീട് വച്ചത്. ഉടനെ മുതലും പരിചയം മടക്കി കൊടുത്തില്ലെങ്കിൽ ആ വസ്തു ബ്ലേഡ് മുതലാളിയുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന ഭീഷണി. ദൈവമേ, ഇത്രയും വലിയൊരു തുക ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ ചന്ദ്രികയെ? വന്ദനയുടെ തോന്നിവാസത്തിന്റെ കഥ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് അച്ഛന്റെ തോന്നിവാസം. അച്ഛന്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിയതാണെങ്കിലും ആ വസ്തുവിന് മക്കളെല്ലാം അവകാശികളല്ലേ? ഞങ്ങൾ അറിയാതെ അതും തൊലച്ചെന്നോ? അച്ഛനെ വെള്ളപൂശാൻ അമ്മയ്ക്കിപ്പോ വാക്കുകളൊന്നുമില്ലേ? എല്ലാം പെരുവഴിയിലാക്കിയത് വന്ദനേച്ചിയല്ലേ? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്തൊക്കെയായാലും അച്ഛൻ ചെയ്തതൊട്ട് ശരിയായില്ല. ഞങ്ങളോട് ആലോചിച്ചില്ലേലും അമ്മയോടെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ. സാധാരണ അച്ഛനമ്മമാര് മക്കൾക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കും. ഇതേ ഉള്ളതും കൂടി വിറ്റുമുടിക്കും. നിർത്തടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.